അസ്സലാമലൈക്കും. നമ്മൾ ഇന്നൊരു കസ്റ്റമൈസ്ഡ് ഹെയർ വൈൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് മാക്സിമം ഫുള്ള് വൈറ്റും അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ബീഡ്സ് വർക്കും ഒക്കെ വരുന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് ഇതുപോലത്തെ ഇൻഡ് ബീഡിൻ്റെ തീരെ കുഞ്ഞിയ സൈസിലെ വൈറ്റ് കളറിലെ ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്ലവർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഫ്ലവർ ബീഡ്സ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു ചെറിയൊരു സൈസിലെ വൈറ്റ് കളറിലെ ബീഡ്സും നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ എടുക്കുന്നത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. ഇത് 3mm വരുന്ന ക്രിസ്റ്റൽ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ 3mm സൈസിൽ വരുന്ന ഒരു പർപ്പിൾ അല്ല ഒരു മുന്തിരി കളറിലെ ക്രിസ്റ്റൽ ബീഡ്സും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കസ്റ്റമറിൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതുപോലത്തെ ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റോൺസ്, ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിലുള്ള സ്റ്റോൺസും ഒട്ടിക്കാൻ B7000 ഗ്ലൂവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കിങ്ങിലോട്ട് കിടക്കാം. ചെറിയ രീതിയിൽ ബ്രാഞ്ചസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാട്ടോ ഈ ഒരു ഹെയർ വയർ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ 4mmൻ്റെയോ 3mmൻ്റെയോ ഗിയർ വയർ എടുക്കാം. 3mmൻ്റെ ഉണ്ടെങ്കിൽ ബ്രാഞ്ചസ് ഒക്കെ സെറ്റ് ചെയ്യാൻ ആ ഒരു ആയിരിക്കും ഗിയർ വയർ ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 4mmൻ്റെ ആണ്. 4mmൻ്റെ ഗിയർ വയർ എടുത്തിട്ട് ഒരു ചെറിയ ലെങ്ത്തിൽ നമ്മൾ ആ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 15 സെൻറ്റിമീറ്ററോളം വരുന്ന ലെങ്ത്തിൽ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു എൻഡിങ്ങിൽ കൂടെ നമ്മളുടെ ആ ഒരു മഴത്തുള്ളിയുടെ ആ ഷേപ്പുള്ള ബീഡിട്ട് കൊടുത്തിട്ട് ചെറിയൊരു ലെങ്ത്താക്കി പിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ബീഡ് കൂടി ഇട്ടിട്ട് സെയിം ലെങ്ത് ആക്കിയിട്ട് വീണ്ടും നമ്മൾ പിരിച്ചു കൊടുക്കാം. ഇനി നമ്മൾ രണ്ട് സൈഡിലേക്കും ബ്രാഞ്ചസ് പിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ 2 ഗിയർ വയറും കൂടി കൂട്ടി പിടിച്ച് സെൻറ്റർ ഭാഗം പിരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ബ്രാഞ്ച് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അടുത്ത സൈഡിലേക്കുള്ള ബ്രാഞ്ചിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ബീഡിട്ട് കൊടുക്കുക, പിരിച്ചു കൊടുക്കുക. പിന്നെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ബീഡിട്ട് കൊടുക്കുക, പിരിച്ചു കൊടുക്കുക. എല്ലാ ബീഡ്സിൻ്റെയും ഏകദേശം ഒരേ ലെങ്ത് ആയിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതും പിരിച്ചു കൊടുക്കുക. 2 ബ്രാഞ്ചും പിരിച്ചു കൊടുക്കുക. അതായത് 2 സൈഡിലേക്കും ബീഡ്സ് വെച്ച് ചെറിയ ബ്രാഞ്ച് പിരിച്ചു കൊടുത്തതിന് ശേഷമായിരിക്കണം സെൻറ്ററിൽ വരുന്ന ആ ഒരു ഗിയർ വയർ രണ്ടും കൂടി കൂട്ടി പിരിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 3 ലെയർ ആകുന്ന പോലെ മൊത്തത്തിൽ ഇങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളൊരു 9 പീസോളം നമ്മൾ ഇങ്ങനെ ഈ ഒരു പിരിച്ചിൽ ഇങ്ങനെ മഴത്തുള്ളിയുടെ ബീഡ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എനിക്ക് അപ്പോഴേക്കും 3mmൻ്റെ ഗിയർ വയർ കിട്ടി. അപ്പോൾ ഞാൻ 3mmൻ്റെ ഗിയർ വയർ യൂസ് ചെയ്തിട്ട് അടുത്ത മോഡൽ ബ്രാഞ്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിൽ നമ്മൾ ചെറിയ വൈറ്റ് കളറിലെ ബീഡും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സും ആണ് യൂസ് ചെയ്യുന്നത്. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3mmൻ്റെ ഗിയർ വയറിൽ നിന്നിട്ട് നമ്മളൊരു ചെറിയ ലെങ്ത്തിൽ, അതായത് ഒരു 15 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ തന്നെ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ട് ആദ്യം ഒരു വൈറ്റ് കളറിലെ ബീഡ് ഇട്ടിട്ട് നമ്മൾ സെൻറ്ററിലേക്ക് ആക്കി നിൽക്കുന്ന പോലെ പിരിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, അപ്പുറവും ഇപ്പുറവും ബ്രാഞ്ച് പോലെ വരുന്ന പോലെ നമ്മൾ ക്രിസ്റ്റൽ ബീഡിട്ട് 2 ബ്രാഞ്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെയും നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത ആ ഒരു സെയിം മെത്തേഡ്, അതായത് ആ മഴത്തുള്ളിയുടെ ബീഡിട്ട് ചെയ്ത് കൊടുത്ത ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. അതിങ്ങനെ ക്രിസ്റ്റൽ ബീഡിട്ട് 2 സൈഡിലേക്കും സെറ്റ് ചെയ്തതിന് ശേഷം 2ൻ്റെയും ഗിയർ വയർ കൂടി കൂട്ടി പിരിച്ച് നടുക്കിൽ ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ക്രിസ്റ്റൽ ബീഡ് ആണെങ്കിൽ പിന്നെ വൈറ്റ് ബീഡ് പിന്നെ ക്രിസ്റ്റൽ ബീഡ്, അങ്ങനെ ഒരു ലെയറായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രാഞ്ച് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമുക്കിങ്ങനെ ഓരോന്ന്, ആദ്യം വൈറ്റ് ബീഡ് ഇട്ടു, പിന്നെ ക്രിസ്റ്റൽ ബീഡ് ഇട്ടു, പിന്നെ വൈറ്റ് ബീഡ് ഇട്ടു, പിന്നെ വീണ്ടും ക്രിസ്റ്റൽ ബീഡ് ഇട്ടു. ഇനി അവസാനം നമ്മൾ വരുന്നത് ക്രിസ്റ്റൽ ബീഡിലായിരിക്കണം നമ്മൾ അവസാനിക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് ബീഡ്സിൻ്റെ കളർ മാറ്റിയും സൈസ് മാറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ ബീഡും വൈറ്റ് ബീഡും വരുന്ന ഒരു 4 പീസോളം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഹെയർ വൈൻ മേക്കിങ്ങിലോട്ട് കിടക്കാണ്. നമ്മളുടെ ബ്രാഞ്ചസിൻ്റെ സെക്ഷനൊക്കെ നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 4mmൻ്റെയോ 5mmൻ്റെയോ ഗിയർ വയർ എടുത്തിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഒരു 3 മീറ്ററോളം നമ്മൾ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ 2ആക്കി മടക്കിയിട്ട് സെൻറ്റർ ഭാഗത്ത് ഒരു ലൂപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ലൂപ്പിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സിലിണ്ടറിക് ഷേപ്പുള്ള എന്ത് വെച്ച് വേണമെങ്കിലും ലൂപ്പിട്ട് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കൈ വെച്ചും ഇങ്ങനെ മടക്കി ലൂപ്പിടാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാട്ടോ ലൂപ്പിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ലൂപ്പ് അവിടെ കിട്ടി. എന്നിട്ട് നമ്മൾ താഴേക്ക് കുറച്ചധികം ലെങ്ത്തിൽ നല്ലപോലെ ഒന്ന് പിരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നല്ലപോലെ പിരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിനി അവിടെയാണ് ബ്രാഞ്ചസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ ആ ഒരു മഴത്തുള്ളിയുടെ ഷേപ്പുള്ള ഒരു ബ്രാഞ്ച് നമ്മൾ സെറ്റ് ചെയ്തില്ലേ, അതിൽ നമ്മളിങ്ങനെ അവസാനം കുറച്ച് ഗിയർ വയർ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തണം കേട്ടോ. മൊത്തം കട്ട് ചെയ്തൊന്നും മാറ്റരുത്. എന്നിട്ട് ആ ഒരു കമ്പി യൂസ് ചെയ്തിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു ഗിയർ വയറും ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്.
നല്ല ടൈറ്റിൽ തന്നെ ചുറ്റി കൊടുക്കുക. എന്നിട്ടും കുറേയധികം നിങ്ങൾക്ക് എക്സ്ട്രാ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ ചുറ്റി ടൈറ്റാക്കിയതിന് ശേഷം ബാലൻസ് നിൽക്കുന്ന ഗിയർ വയർ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ. ഇതുപോലെ. ഇനി അടുത്ത ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളുടെ ആ ഒരു ക്രിസ്റ്റൽ ബീഡും വൈറ്റ് ബീഡും വരുന്ന ആ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, അതും നമുക്കിതുപോലെ ചുറ്റി നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ. എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഗിയർ വയർ ഞാൻ കത്രികയോ പ്ലെയറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ നിങ്ങളത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഫ്ലവർ ബീഡും ക്രിസ്റ്റൽ ബീഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു എൻഡിങ്ങിൽ കൂടെ ആദ്യം ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫ്ലവർ ബീഡ് ഇട്ട് കൊടുത്ത ആ ഒരു സെയിം എൻഡിങ്ങിൽ കൂടെ തന്നെ ഫ്ലവർ ബീഡിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആ ഒരു എൻഡിങ്ങിൽ കൊണ്ടുവന്ന് ഫ്ലവർ ബീഡ് പിടിച്ച് നിർത്തിയതിന് ശേഷം ക്രിസ്റ്റൽ ബീഡ് മാറ്റി നിർത്തി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ ഒരു സെയിം ബ്രാഞ്ച് താഴേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കും. താഴേക്ക് ഇറക്കി നല്ലപോലെ വലിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ പിരിച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ലൂപ്പിട്ട് കൊടുക്കുമ്പോൾ മടക്കില്ലേ, അതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കാം. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, മെറ്റീരിയൽസ് കാണിക്കുന്ന സമയത്ത് കാണിച്ചില്ലേ, ഒരു മഴത്തുള്ളിയുടെ ഷേപ്പുള്ള ഒരു സ്റ്റോൺ, അത് ഇങ്ങനെ ഈ ഒരു ബേസിൽ ഒട്ടിച്ച് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ആ ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിൻ്റെ ആ ഒരു ചെറിയ ലെങ്ത്തിൽ നിൽക്കുന്ന പോലെ നമ്മൾ ആ ഒരു ബ്രാഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കും അങ്ങനെ തന്നെ ചെറുതാക്കി ഒന്ന് പിടിച്ചിട്ട് മടക്കി ഒന്ന് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലേക്കും മാറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഗിയർ വയറും കൂടിയും ഒരുമിച്ച് പിടിച്ച് സെൻറ്റർ ഭാഗം പിരിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിലുള്ള സെയിം ബ്രാഞ്ച് തന്നെ നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടിയും അപ്പുറവും ഇപ്പുറവും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. അതെങ്ങനെയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഗിയർ വയറും മടക്കി പിടിക്കുക, എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പിരിച്ച് കൊടുത്താൽ മതി, നമ്മൾ ആ ലൂപ്പ് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റർ ഭാഗം നല്ലപോലെ ഒന്ന് പിടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു എൻഡിങ്ങിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ ലെങ്ത്തിൽ നമ്മളതിങ്ങനെ പിരിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലാണ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് നമ്മൾ ഈ ഒരു സെയിം മെത്തേഡ് ലെഫ്റ്റ് സൈഡിലും ചെയ്യും കേട്ടോ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ചെറിയ ലെങ്ത്തിൽ പിരിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു സെയിം സൈഡിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം പിരിച്ച ബീഡിൽ നിന്നും കുറച്ചുകൂടി ഹൈറ്റ് ആക്കിയിട്ട് നമ്മൾ ആ ക്രിസ്റ്റൽ ബീഡ് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ക്രിസ്റ്റൽ ബീഡ് ആ ഒരു സെയിം എൻഡിങ്ങിൽ കൂടെ തന്നെ ഇട്ടിട്ട് ആദ്യം പിരിച്ചു കൊടുത്ത ആ ഒരു ക്രിസ്റ്റൽ ബീഡിൻ്റെ സെയിം ലെങ്ത് ആക്കിയിട്ട് മൂന്നാമത്തെ ക്രിസ്റ്റൽ ബീഡ് കൂടി പിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതെല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻറ്റർ ഭാഗം ചെറിയൊരു ലെങ്ത്തിൽ നമ്മൾ പിരിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ ചെറിയ ലെങ്ത്തിൽ സെൻറ്റർ ഭാഗം പിരിക്കുന്നതെന്ന് പറയുമ്പോൾ നല്ല തിക്നെസ്സിൽ നിൽക്കും. നിങ്ങൾക്ക് തിക്നെസ് കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നല്ലപോലെ സെൻറ്റർ ഭാഗം പിരിച്ചു കൊടുത്ത് പോവാം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ഒരു എൻഡിങ്ങിൽ കൂടെ ഫ്ലവർ ബീഡും ക്രിസ്റ്റൽ ബീഡും കൂടി ഇട്ട് ഫ്ലവർ ബീഡ് അങ്ങനെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തേക്ക് പിടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്രിസ്റ്റൽ ബീഡ് നീക്കിയിട്ട് ആ ഒരു സെയിം ഗിയർ വയർ ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കി നല്ല ടൈറ്റാക്കി വലിച്ചിട്ട് സെൻറ്റർ ഭാഗം പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ് ഇട്ടിട്ടുള്ള ആ ഒരു ബ്രാഞ്ച് ആദ്യം ലെഫ്റ്റ് സൈഡിലാണ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് റൈറ്റ് സൈഡിൽ ചെയ്യുന്നുണ്ട്. 3 ക്രിസ്റ്റൽ ബീഡ് ഇട്ടിട്ട് ആദ്യം ചെറിയ ലെങ്ത് ആക്കുക, പിന്നെ അതിൽ നിന്നും കുറച്ചുകൂടി ലെങ്ത്തിൽ, പിന്നെ ആദ്യം ചെയ്ത സെയിം ലെങ്ത്തിൽ മൂന്നാമത്തെ ബീഡും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലാകുക. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. പിന്നെ എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ, ഞാനതിന് റിപ്ലൈ ഒക്കെ തരുന്നതാണ്. പിന്നെ നമ്മളുടെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ബ്രാഞ്ച് സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സെൻറ്റർ ഭാഗം പിരിച്ചു കൊടുത്തു. ഇനി നമ്മളിതുപോലെ ഈ ഒരു സെയിം സ്റ്റെപ്പ് തന്നെയാണ് കുറച്ച് അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗം പിരിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബീഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 2 ചെറിയ മഴത്തുള്ളിൽ ഡ്രോപ്പ് ആക്കിയിട്ട് നമ്മളിങ്ങനെ 2 സൈഡിലേക്കും ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ജസ്റ്റ് ഒന്ന് ലൂപ്പാക്കുന്ന പോലെ നമ്മൾ മടക്കിയിട്ട് ഇങ്ങനെ പിരിച്ച് നമ്മളുടെ ആ ഒരു ബീഡ് ഒട്ടിക്കാൻ പറ്റുന്ന ആ ഒരു ബേസ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 എണ്ണം നമ്മളങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ ഈ ഒരു സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം എന്നില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിൽ പല മാറ്റങ്ങളും നിങ്ങൾക്ക് വരുത്താവുന്നതാണ്.
നമ്മൾ രണ്ട് സൈഡിലേക്കും ഇതിപ്പോൾ ഏതാണ്ടൊക്കെ ലൂപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് എപ്പോഴും ശ്രദ്ധിക്കാൻ നമ്മളുടെ ആ ഒരു ബീഡ് ഒട്ടിക്കാവുന്ന ആ ഒരു ചെറിയ ഹോളാക്കിയിട്ട് നിർത്തിയിട്ട് വേണം കേട്ടോ നമ്മൾ ലൂപ്പ് സെറ്റ് ചെയ്യാൻ. വലിയ ഹോളായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബീഡ് ഒട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ അതുപോലെ തന്നെ ചെയ്തതിന് ശേഷം പിന്നെ അപ്പുറവും ഇപ്പുറവും വരുന്ന പോലെ ബ്രാഞ്ചസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ബീഡ് വെച്ചും സെറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ബീഡ് ഒരു 7 എണ്ണം എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു പെറ്റലിൻ്റെ ഷേപ്പാക്കി മടക്കി നല്ലപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഇത് ഒരു 2 ബ്രാഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് 2 സൈഡിലേക്കും 7 ബീഡ്സ് വരുന്ന പോലെ ഇട്ടിട്ട് മടക്കിയിട്ട് നമ്മളൊരു പെറ്റലിൻ്റെ ഷേപ്പാക്കുക. അങ്ങനെ 2 ലെയർ 2 സൈഡിലും വരുന്ന പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് നേരത്തെ ചെയ്തത് എന്താണ്, ആദ്യം ഒരു ഹോൾ ഒട്ടിക്കുന്ന ലൂപ്പൊക്കെ ഇട്ടു, പിന്നെ ബ്രാഞ്ചസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ ഇടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലവർ ബീഡ്സ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എൻഡിങ്ങിൽ അവസാനത്തെ ലൂപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് പിരിച്ച് ലൂപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവസാനത്തെയും തുടക്കത്തെയും നമ്മളുടെ ആ ഒരു ബ്രാഞ്ചസുകളൊക്കെ ഒരേപോലെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഏതാണ്ട് എല്ലാ പണിയും കഴിഞ്ഞു. ഇനി നമ്മളുടെ അവസാനത്തെ പണി എന്ന് പറയുന്നത് നമുക്കിനി അവിടെ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാനുള്ള ഒരു ബേസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ല. ആ ബേസിൽ നമുക്ക് B7000 ഗ്ലോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഓരോരോ ബീഡ്സ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് നമ്മുടെ ആ ബീഡ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. കണ്ടോ, ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. ഇതൊരു കസ്റ്റമൈസ്ഡ് വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ കസ്റ്റമൈസ്ഡ് ഹെയർ ആക്സസറീസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം. ഓണം സെയിലിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. നമുക്ക് ഹെയർ വൈനായിട്ട് മാത്രമല്ല ഹിജാബ് ഡെക്കോറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഒരു 250 എബോവ് നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസായിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.